പത്തനംതിട്ടയിൽ ബസ് സ്റ്റാൻഡിൽ കറങ്ങിക്കൊണ്ട് നടന്ന +2 വിദ്യാർത്ഥി എസ്ഐയുടെ തലക്കിട്ടടിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നു എന്ന് വിവരം അവിടുത്തെ എസ്ഐ ജിനു ലഭിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് പോലീസുകാരുമായിട്ട് അവിടെ ചെന്നു. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ അടുത്ത് പല കുട്ടികളും ചെറുപ്പക്കാരായ കോളേജ് വിദ്യാർത്ഥികളും മറ്റും കറങ്ങി നടക്കുന്നത് കണ്ടു. എന്തായാലും അതിൽ ഒരാളെ വാൺ ചെയ്തു, നിങ്ങൾ അവിടുന്ന് മാറിപ്പോണം എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് പിടിച്ചില്ല. അയാളോട് പറഞ്ഞു, നിങ്ങൾ മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പം അയാൾ വയലൻ്റായി. അത് വാഴമുട്ടത്തുള്ള ഒരു +2 വിദ്യാർത്ഥിയാണ്. വള്ളിക്കോടിനടുത്താണ് വാഴമുട്ടം. അയാള് ജിബിൻ ബിച്ചു എന്ന 18 വയസ്സുകാരനാണ്. അയാൾ പോലീസിനെ എതിരിട്ടു. കാരണം അത് പറഞ്ഞത് പിടിച്ചില്ല. ചിലപ്പം അയാള് അടുപ്പമുള്ള ചില വിദ്യാർത്ഥിനികൾ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ അവരുടെ മുമ്പ് വെച്ച് പോലീസ് പറഞ്ഞപ്പം ഒട്ടും പിടിച്ചിട്ടുണ്ടാവില്ല. ഇയാള് എസ്ഐയെ തള്ളിയിട്ടു. എസ്ഐ താഴെ വീണ് കഴിഞ്ഞപ്പം വടിയെടുത്ത് എസ്ഐയുടെ തലക്കിട്ടടിച്ചു. ഏതായാലും ബലം പ്രയോഗിച്ച് അയാളെ കീഴ്പ്പെടുത്തി ആ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. എസ്ഐയുടെ ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം സൃഷ്ടിച്ചതാണ്. തീർച്ചയായിട്ടും ജാമ്യമില്ല. ഏതായാലും എസ്ഐയെ വടിയെടുത്ത് തലക്കിട്ടടിച്ചതിന് അറ്റംപ്റ്റ് മർഡർ വേണമെങ്കിൽ എടുക്കാം. 18 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷനൊക്കെ നിൽക്കും. മൈനറാണെന്ന് തോന്നുന്നില്ല. ഏതായാലും കുട്ടികളിലെ ഈ വയലൻസ് വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത്. അത് എങ്ങനെയാണ്? സ്വാഭാവികമായി വരുന്ന വയലൻസ് ആണോ, അതോ ഡ്രഗ്സിന്റെ പ്രേരണ കൊണ്ടുണ്ടാകുന്നതാണോ, അതോ കാലത്തിനനുസരിച്ച് അല്പം വയലൻസ് ഒക്കെ കാണിച്ചു നിന്നെങ്കിലേ ഷൈൻ ചെയ്യാൻ ഒക്കുള്ളൂ എന്നുള്ള ആ പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു SI ആണ് അയാൾ കൈവച്ചത്, തലക്കിട്ടടിച്ചത്. ഏതായാലും ആ ആളെ ജിബിൻ ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അയാൾക്കെതിരായിട്ട് കേസെടുത്തു. നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലായിടത്തും കുട്ടികളും കോളേജ് സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ വയലൻസിലേക്ക് വരികയാണ്. ഡ്രഗ്സ് നല്ലൊരു ശതമാനം കുട്ടികൾ അടിക്കുന്നു എന്നുള്ളതാണ്. ഈ വയലൻസ് നടത്തുന്ന കുട്ടികളൊക്കെ ഡ്രഗ്സിന് വിധേയമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ സഡൻ പ്രൊവോക്കേഷൻ അവർക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ നെട്ടയത്ത് ഒരു സംഭവം കണ്ടു. +2 വിദ്യാർത്ഥികൾ ബസ്സിനകത്ത് കത്തിക്കുത്ത് നടത്തി. അവിടെ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥി കത്തി കൊണ്ട് ബസ്സിൽ വെച്ച് കുത്തി. ആ +1 വിദ്യാർത്ഥി അയാൾ +2-നാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു. ഇയാളെ നോക്കി വെച്ചിരുന്നു. അവരുടെ കോളേജിൽ വെച്ച് തമ്മിൽ വാക്കേറ്റം നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ്. 9ാം ക്ലാസ്സുകാരൻ മൈനറാണ്. അവനെയാണ് മറ്റേ +2കാരനും മൈനറായിരിക്കും. അവൻ കയ്യിലിരുന്ന കത്തി കൊണ്ട് കുത്തിയത്. അതോടൊപ്പം തന്നെ നേരത്തെ മറ്റൊരു ബസ്സിൽ തിരുവനന്തപുരം റൂറൽ തന്നെ ഒരു 4-5 വിദ്യാർത്ഥികള് മറ്റൊരു വിദ്യാർത്ഥിയുടെ അയാൾ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പം അവിടെ വന്ന് ഇയാളുടെ കഴുത്തിന് കുത്തിയിട്ട് പോയി. മാരകമായി പരിക്കേറ്റ ആ കുട്ടി മെഡിക്കൽ കോളേജിലാണ്. ഇത് പൊതുവെ നമ്മൾ കേരളത്തിലെ കോളേജുകളിലും സ്കൂളിലൊക്കെ കുട്ടികൾ വയലൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഈ വയലൻസിൽ പോകുന്ന കുട്ടികളെല്ലാം ഡ്രഗ്സിന് വിധേയമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം കോളേജിലെ സ്കൂളിലെ അന്തരീക്ഷം രാഷ്ട്രീയമയമാണ്. അവിടെ വയലൻസേ ഉള്ളൂ. ഇത് കേരളത്തിലെ അടിയന്തരമായിട്ട് കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് സ്കൂൾ രംഗത്തുള്ള ഈ രാഷ്ട്രീയ പോർവിളി, രാഷ്ട്രീയക്കാരുടെ അതേ ഛായയിലും അതേ നിറത്തിലും അതേ വൈരാഗ്യത്തിലും കോളേജുകളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് കോളേജ് രാഷ്ട്രീയം തീർച്ചയായും പ്രൊഹിബിറ്റ് ചെയ്യണം എന്ന് പല സന്ദർഭത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഹൈക്കോടതി നേരത്തെ അങ്ങനെ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്. അതിനോട് രാഷ്ട്രീയ പാർട്ടികളും ഭരണകർത്താക്കൾ ആരും യോജിക്കത്തില്ല. പക്ഷേ സമൂഹം അവരുടെയൊക്കെ പ്രവൃത്തി മൂലം കൈവിട്ടു പോയിരിക്കുന്നു. ചെറുപ്പക്കാരെല്ലാം വഴിതെറ്റിപ്പോയിരിക്കുന്നു. ധാരാളം കേസുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പീഡന കേസുകളും വരുന്നു. ഡ്രഗ്സ് അടിച്ച ശേഷം വയലൻസിലോട്ട് വരുന്നു. ബസ്സിനകത്ത് വെച്ച് തല്ലും കുത്തും ഉണ്ടാകുന്നു.
റോഡിൽ പരസ്പരം ഗ്രൂപ്പ് ചേർന്ന് അടി നടക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ ഈ ദൃശ്യത്തിന് അത് കാണുന്നുണ്ട്. അത് സമൂഹം വയലന്റായി ആ തലമുറ കൈവിട്ടു പോകുന്ന കാഴ്ച കണ്ടിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവര് അതിനൊന്നും ഒരു പ്രൊഹിബിഷൻ നടത്തുന്നില്ല. തീർച്ചയായിട്ടും കോളേജുകളിലെയും സ്കൂളുകളിലെയും ഈ വിദ്യാർത്ഥി യൂണിയൻ തിരിച്ചുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നിർത്തണം. അതുകൊണ്ട് രാഷ്ട്രീയപരമായ പ്രവർത്തനം കോളേജിനകത്തും സ്കൂളിനകത്തും പാടില്ല. അങ്ങനെ പറയുമ്പം പലരും അത് രാഷ്ട്രീയ പ്രബുദ്ധത കുട്ടികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടെന്നൊക്കെ ന്യായം പറയുന്നുണ്ട്. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ ആ സ്കൂളിൽ പഠിക്കാത്ത ആൾക്കാർക്ക് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അവര് സമൂഹത്തിലെ ആ ഓരോ രാഷ്ട്രീയ പ്രതിഭാസങ്ങളും അവർ കാണുന്നുണ്ട്, അത് മനസ്സിലാക്കാനും കഴിവുണ്ട്. അത് കോളേജിനകത്ത് വെച്ച് സൃഷ്ടിക്കണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി ഓരോരുത്തർക്കും നേട്ടം ഉണ്ടാക്കാനാണ്. അവർക്ക് വോട്ട് മാത്രമേ നോട്ടമുള്ളൂ. സമൂഹം വയലൻസിലേക്ക് പോകുന്നതും കത്തിക്കുത്തിലേക്ക് പോകുന്നതും കോളേജിലെ കുട്ടികൾക്ക് പഠനമല്ല മുഖ്യം. അവര് രാഷ്ട്രീയ നേതാക്കന്മാരാകാൻ എല്ലാവരും ശ്രമിക്കുന്നു. ആരെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരും ആകും. അതിനുള്ള വഴിയാണ് ഈ കോളേജുകളിലും സ്കൂളുകളിലും അവർ തുറന്നിടുന്നത്. അതൊരിക്കലും ഒരു രാഷ്ട്രീയക്കാരും അത് അംഗീകരിക്കത്തില്ല. പക്ഷേ സമൂഹം കൈവിട്ടു പോയി, കുട്ടികളെല്ലാം വഴിതെറ്റിപ്പോയി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾക്കും അത് തീർച്ചയായിട്ടും ഒരു ത്രട്ടാണ്. നിങ്ങളിലേക്കും അക്രമം, രാഷ്ട്രീയ നേതാക്കന്മാരിലേക്കും അക്രമം വ്യാപിക്കും എന്ന് നിങ്ങൾ കരുതിക്കണം. അതുകൊണ്ട് സുചിന്തിതമായ ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുക്കണം. ഒരു കോളേജിലും ഒരു സ്കൂളിലും രാഷ്ട്രീയം പാടില്ല. അങ്ങനെ ഒരു ഇലക്ഷൻ സംവിധാനം നമുക്ക് വേണ്ട. കുട്ടികൾ പഠിച്ച് കാരണം പഠിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം പഠിച്ച് നല്ല ഡിഗ്രി ഉള്ളവരും PhD ഉള്ളവരും റിസർച്ച് സ്കോളേഴ്സും ഒക്കെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവര് ചെറുപ്പത്തിലും പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് ലെവലിൽ അവരുടെ മാനസികമായ അവരുടെ ആരോഗ്യം അവർക്ക് കൈവരാതെ അവർ പോകുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്നത്, ലോകത്തെല്ലായിടത്തും നടക്കുന്നത് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയപരമായ എലക്ഷൻ കോളേജിലും സ്കൂളിലും പരിച്ഛേദം നിർത്തണം. അതിൽ ഹൈക്കോടതി ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.